നമസ്തേ, ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ കേരളത്തിൽ വീണ്ടും ഒരു ജാതീയ വിവാദം വന്നിരിക്കുകയാണ് ഇന്നലെ അല്ലേ. സിനിമാ നടൻ, അതുപോലെ തന്നെ BJP നേതാവ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് ആയ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ. എല്ലാവർക്കും, കേരളത്തിലെ എല്ലാവർക്കും, വിമർശിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഈ ഒരു ഫാമിലിനെ അറിയാം. കൃഷ്ണകുമാറിനെ അറിയാം, കൃഷ്ണകുമാറിൻ്റെ മക്കളെക്കുറിച്ചും അറിയാം. ദിയ കൃഷ്ണയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്, ഒരു കേസാണ് വന്നിരിക്കുന്നത്. ദിയ കൃഷ്ണ ഈ ഓർണമെൻറ്റ്സ്, പല ഫാഷനുകളായിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ ഓൺലൈനിലും നേരിട്ടൊക്കെ വിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഷോപ്പിൽ നടന്ന ഒരു സംഭവം, ഒരു വഞ്ചനയുടെ സംഭവമാണ് കേസായിട്ട് വന്നിട്ടുള്ളത്. അത് ജാതി കാർഡ് വെച്ചിട്ട് ഇപ്പോൾ കേരളത്തിൽ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ല, ഞാൻ പൊതുജനത്തോട് നിഷ്പക്ഷമായിട്ട്, ജാതിയോ മതമോ രാഷ്ട്രീയമോ വർണ്ണമോ ഒന്നുമില്ലാതെ നിഷ്പക്ഷമായൊരു ചോദ്യം. നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുന്നു, ആ സ്ഥാപനത്തിൽ കുറച്ച് സ്റ്റാഫിനെ നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഈ സ്റ്റാഫിനെ വിശ്വസിച്ച് ആ സ്ഥാപനം ഏൽപ്പിക്കുന്നു. ഒരു 5-6 മാസം അവരുടെ കയ്യിൽ കൊടുക്കുന്നു, അവർ ബിസിനസ് നടത്തുന്നു. നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു വിശ്വാസമുണ്ട്, അവർ നമ്മളെ ചതിക്കൂല എന്നുള്ളൊരു വിശ്വാസമുണ്ടാവും. പക്ഷേ ഈ 5-6 മാസം കഴിയുമ്പോൾ ഈ സ്റ്റാഫ് എല്ലാവരും കൂടിയിട്ട് നിങ്ങളെ ചതിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? അവർക്ക് പൂമാലയൊക്കെ ഇട്ട് പൂച്ചണ്ടൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ അവർ സ്വീകരിക്കുമോ അല്ലെങ്കിൽ പ്രതികരിക്കും? ഞാനൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, ഞാനൊരു ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ്. ഈ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് വ്യക്തമായിട്ട് ദിയ കൃഷ്ണയുടെ ആ മനസ്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂരിൽ ഷോപ്പ് നടത്തുവാണ്. ബേക്കറി ഷോപ്പാണ്. കൂൾ ഡ്രിങ്ക്സ്, ജ്യൂസ്, ചായ, ഇങ്ങനെയൊക്കെ സിഗരറ്റ് ഇതൊക്കെയാണ് വിൽക്കുന്നത്. മറ്റേ പാൻ പരാഗ് പോലുള്ള സാധനങ്ങളാണ് വിൽക്കുന്നത്. ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകേണ്ട ചെറിയൊരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും ഏട്ടനും കൂടി ഈ കട സ്റ്റാഫിനെ ഏൽപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോയിട്ട് ഏകദേശം 1 മാസം വന്നു പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിലേക്ക് പോയി. പക്ഷേ 2 ആഴ്ച കഴിയുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ താളം തെറ്റിയിരുന്നു. നന്നായിട്ട് കച്ചവടം നടക്കുന്നൊരു ഷോപ്പായിരുന്നു. നമ്മുടെ ഷോപ്പിലേക്ക് അങ്ങനെ സാധാരണ ആൾക്കാരല്ല, നല്ല ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന കസ്റ്റമേഴ്സൊക്കെയാണ് വരാറ്, IT കമ്പനിയിലത്തെ. അപ്പോൾ നമ്മുടെ ആ ഒരു ഷോപ്പിലത്തെ കച്ചവടം ആകെ താറുമാറ്. കാരണം ഞങ്ങളില്ലല്ലോ, 2 ആഴ്ചയായിട്ട് ഞങ്ങളില്ല. ഇതിൻ്റെ ഈ ഷോപ്പിൽ വരുന്ന സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ ഏട്ടനെ വിളിച്ചിട്ട് ഈ കടയിലത്തെ സ്ഥിതിഗതികൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മൾ ഭംഗിയായിട്ട് ചതിക്കപ്പെടുന്നു എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ 2 ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് വന്നു. ഈ സ്റ്റാഫിനെ ഒക്കെ മാറ്റി, എല്ലാവരും മാറ്റിയിട്ട് ഞാനും ഏട്ടനും മാത്രമാണ് ഇപ്പോൾ കുറേ വർഷമായിട്ട്, ഒരു 6-7 വർഷമായിട്ട് ഞാനും ഏട്ടനും തന്നെയാണ് കച്ചവടം ചെയ്യുന്നത്. കാരണം നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് ചതിച്ചു കഴിഞ്ഞാൽ, വഞ്ചിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ഓർത്ത് വയ്ക്കുക. നമ്മൾ ഒരുപാട് നാൾ നിന്നില്ല, ഒരുപാട് നാൾ നമ്മൾ ചതിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊക്കെ ഭയങ്കര പ്രഷറായിരുന്നു. ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു, ചീത്ത നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശപിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ പച്ചയായിട്ട് ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല. അത് തന്നെയാണ് ഇപ്പോൾ ദിയ കൃഷ്ണ ചെയ്തിട്ടുള്ളത്. ദിയ കൃഷ്ണ പറഞ്ഞത് ചേച്ചി എന്ന് വിളിക്കാണ്ട് പാടില്ല, വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അടിച്ച് പല്ല് കഴിക്കുന്ന പറഞ്ഞത്. നമ്മളൊക്കെ ഇത്ര ചെറിയ ഒരു വഞ്ചന നേരിട്ടപ്പോഴും നമുക്ക് ഇത്രയും ഫീൽ ഉണ്ടെങ്കിൽ ലക്ഷങ്ങളാൽ വഞ്ചിക്കപ്പെട്ട ഈ ദിയ കൃഷ്ണയുടെ ഫീൽ എന്തായിരിക്കും അല്ലേ? രാഷ്ട്രീയം വേണ്ട, മതം വേണ്ട, ജാതി വേണ്ട, ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിൻ്റെ അഭിപ്രായം? ഈ ലക്ഷങ്ങൾ വഞ്ചിച്ചു കൊണ്ടുപോയി ഈ കള്ളികളപ്പുറം നിൽക്കുമോ, അതോ ഈ വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത കൃഷ്ണകുമാർ പോട്ടെ ദിയയുടെ കൂടെ നിൽക്കുമോ? നിങ്ങൾ ആരോ കൂടെ നിൽക്കും? ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ കേരളത്തിൽ വരുന്നൊരു സാഹചര്യമാണ്. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യും, നാട്ടുകാരെ ഒന്നും ഇടാതെ അവൻ്റെ നഗ്നത പൊക്കിക്കാണിക്കും, തുണി പൊക്കിക്കാണിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് കള്ളു കുടിച്ച് അല്ലെങ്കിൽ ഈ കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഒച്ചപ്പാടാക്കും, ബഹളാക്കും, വഴക്കാക്കും, അടിയാക്കും.
അതുപോലെ തന്നെ എന്താ പറയുക, എയർപോർട്ടിലൊക്കെ പോയിട്ട് അടുത്ത കസ്റ്റംസ് ഓഫീസറോടൊക്കെ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരോടൊക്കെ പോയിട്ട് ബഹളം ഉണ്ടാക്കും. എന്നിട്ട് അതെന്തെങ്കിലും ന്യൂസ് ആയിക്കഴിഞ്ഞാൽ, കേസായി കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുന്നതാണ് ഞാൻ ദളിതനാണ്, എൻ്റെ തൊലി കറുപ്പാണ്. ഈ തൊലി കറുപ്പുണ്ടായാലും അല്ലെങ്കിൽ ദളിതനായി കഴിഞ്ഞാൽ എന്തു കുറ്റവും ചെയ്യാം, ആരും ചോദിക്കാൻ പാടില്ല. ആ ഒരു സംവരണം കൂടി വേണമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. നമുക്ക് ഈ 3 പെൺകുട്ടികൾ പൈസ കട്ടെടുത്തു എന്നുള്ള രീതിയിൽ അവരുടെ തന്നെ അവർ ക്ഷമാപണം നടത്തുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. ഇത്ര നഗ്നമായ രീതിയിൽ ഈ കേസ്, ഈ ഒരു കളവ് തെളിയിക്കപ്പെട്ടിട്ടും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ജാതിക്കാരുടെ എടുക്കുന്നത് എന്തിനാണ്? നമുക്ക് ഈ 3 പെൺകുട്ടികൾ മാത്രമല്ല മുക്കുവ സമുദായത്തിലുള്ളത്. കേരളത്തിൽ ഒരുപാട് മുക്കുവ സമുദായങ്ങളുണ്ട്. നാളെ പിറ്റേന്ന് ഒരു ഷോപ്പിലേക്ക്, എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടണമെന്നില്ലല്ലോ, PSC റാങ്ക് ലിസ്റ്റിൽ വന്നവർ തന്നെ നമുക്ക് ജോലി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മുട്ടിലൊക്കെ ഈ ടാറിട്ട റോഡിലൂടെ മുട്ടിലോ ഇഴഞ്ഞ് നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാവർക്കും ഈ പിന്നെ സർക്കാർ ജോലി കിട്ടണമെന്നില്ല, പ്രൈവറ്റ് സ്വന്തമായിട്ട് ബിസിനസ് നടത്താനും എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെ ആശ്രയിക്കേണ്ടിയിരിക്കും നമ്മുടെ വരുമാനത്തിന് വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിടിക്കപ്പെടുമ്പോൾ ഞാൻ ഇതാണ് ജാതി, എൻ്റെ ജാതി ഇതാണ്, എൻ്റെ നിറം നോക്കൂ കറുപ്പാണ്, അതുകൊണ്ട് എന്നെ ആക്ഷേപിക്കുന്നു, അപമാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതേ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു ജോലിക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ നാളെ എന്ത് പറയും? ഇവരുടെ ജാതി നോക്കണം, ഇവർ ദളിതരാണ്, അല്ലെങ്കിൽ ഇവരുടെ തൊലി കറുപ്പാണ്. നാളെ പിറ്റേന്ന് ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ ജാതിക്കാർഡും അതിൻ്റെ നിറത്തിൻ്റെ പേരും പറഞ്ഞ് അവർ വരും, കേസ് നമുക്ക് ഉൾട്ടയാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ജോലി കിട്ടും. ഈ 3 പെൺകുട്ടികളുടെ കാര്യം പെട്ട മറ്റുള്ളവർക്ക് കിട്ടും. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനം വിശ്വസിച്ചുകൊണ്ട് ധൈര്യപ്പെട്ടുകൊണ്ട് ഇനി ഒരു ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു കറുത്ത നിറത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ ജോലിക്ക് കയറ്റുമോ? ഇപ്പൊ കുറച്ച് നാൾ മുന്നെയാണ് കഞ്ചാവ് കേസിൽ കയ്യോടെ പിടിച്ച് പ്രതിയാക്കപ്പെട്ട വേടൻ. അങ്ങേര് പറയുന്നത് എന്താണ്? ഞാൻ കറുത്തവനാണ്, ഞാൻ ദളിതനാണ്, അതുകൊണ്ട് സംഘപരിവാർ ആക്രമണം എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ ഭരിക്കുന്ന സംഘപരിവാറാണോ? കേരളത്തിലെ പോലീസ് സംഘപരിവാറിൻ്റെ പോലീസാണോ? അവിടുത്തെ ഭരണം നടത്തുന്നത് CPM ആണ്. സർക്കാരിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന പോലീസ് സംവിധാനമാണ്. അവരാണ് ഈ കഞ്ചാവ് കണ്ടുപിടിക്കുന്നതും വേടനെ, അതായത് ഹിരൺദാസ് മുരളിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് സംഘപരിവാറിൻ്റെ തലയിലെ. ഇപ്പോഴും നോക്കൂ, ഈ 3 പെൺകുട്ടികൾ ദിയ കൃഷ്ണയെ ചതിച്ചു എന്നുള്ളത് സത്യമാണ്. അവരുടെ വീഡിയോയിലുണ്ട്. അവരിപ്പോൾ പറഞ്ഞത് നമ്മളെ മുക്കുവത്തികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു, നമ്മുടെ ജാതീയപരമായിട്ട് ആക്ഷേപിച്ചു, നമ്മൾ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് എപ്പോഴും ജാതീയപരമായിട്ട് അധിക്ഷേപിക്കും. നിങ്ങൾ തന്നെ ഓർത്ത് നോക്കും, കൃഷ്ണകുമാർ എന്നൊരു വ്യക്തി സിനിമ എന്നതിനപ്പുറം അവർക്ക് രാഷ്ട്രീയമായ ഒരു മുഖം കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഏത് നിമിഷവും ആരോപണങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന കേരള സമൂഹത്തിനിടയിൽ, കേരള മാധ്യമത്തിനിടയിൽ ജീവിക്കുന്ന ഈ കൃഷ്ണകുമാർ ഇവരെ ജാതീയപരമായിട്ട് വിളിച്ച് ആക്ഷേപിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറ, അങ്ങനെ ജാതീയപരമായിട്ട് വിളിച്ച് ആക്ഷേപിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ചെയ്യില്ല. കാരണം അവർ എന്തോന്ന് അനങ്ങിയാൽ പോലും സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മാധ്യമവും കൊട്ടിഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കെ ഇങ്ങനെ ഒരു ബുദ്ധിമോശം അവർ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ട്. അവർ സാധാരണക്കാരല്ല, അവർ വിദ്യാഭ്യാസപരമായിട്ടും അല്ലെങ്കിൽ പുറം ലോകം ഒരുപാട് കണ്ട വ്യക്തികളുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു അബദ്ധത്തിലൊക്കെ ചാടുമ്പോൾ നിങ്ങളായിരുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. എന്ത് തെറ്റ് ചെയ്താലും അതിന് ന്യായീകരിക്കാൻ കുറേ വേസ്റ്റുകളുണ്ട്. സത്യം പറയല്ലേ, ഇങ്ങനെ ഈ എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിച്ചിട്ട് അവരെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ അത് ആ ജാതിയിൽപ്പെട്ട ഈ 3 വ്യക്തികളെ മാത്രമല്ല, ഒരു സമുദായത്തെ മുഴുവനാണ് സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിർത്തിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഈ 3 പെൺകുട്ടികൾ തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ്, അവരത് സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയും കേസ് കൊടുത്തതിന് ശേഷം ഇവർ വന്നിട്ട് പറയാണ് നമ്മൾ ജാതീയപരമായിട്ട് ആക്ഷേപിച്ചു, അങ്ങനെയൊക്കെ പിടിച്ചു കെട്ടി അടിച്ചു. പക്ഷെ ഇതൊക്കെ ഇവർ സമൂഹത്തിന് മുന്നിൽ, നിയമത്തിന് മുന്നിൽ തെളിയിക്കേണ്ട കാര്യമാണ്. അവർ കേസ് കൊടുത്തിട്ടുണ്ട്. കൃഷ്ണകുമാർ പറഞ്ഞത്ര എനിക്ക് കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും വീടുണ്ട്. സത്യമല്ലേ? അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു നേതാവാണ്.
കേരളം ഭരിക്കുന്ന CPM-ന്റെ മാത്രമല്ല, ഇനി CPM-ന്റെ ആയിക്കോട്ടെ, അതെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടും. നമ്മളെ സാധാരണക്കാരെ പോലെ എല്ലാ രാഷ്ട്രീയക്കാരും അവർക്ക് ഈ പ്രസംഗത്തിൽ മാത്രമേ രാഷ്ട്രീയ എതിരാളികളുള്ളൂ. പ്രവൃത്തിയിൽ അവർക്ക് ഒരിക്കലും രാഷ്ട്രീയ എതിരാളികളില്ല. അവർ എല്ലാ രാഷ്ട്രീയക്കാരും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പല രാഷ്ട്രീയക്കാരെയും പലവിധ ആശയവിനിമയങ്ങളും നടത്തുന്ന ആൾക്കാരാണ്. നമ്മൾ സാധാരണക്കാരാണ് എപ്പോഴും വിഡ്ഢികളാവുന്നത്. എന്തായാലും കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ന്യായീകരണ വിഭാഗത്തെ അംഗീകരിക്കാനൊന്നും കഴിയില്ല. തെറ്റ് ചെയ്തത് തെറ്റാണെന്ന് പറയണം. എങ്കിൽ മാത്രമേ അവർ ചെയ്ത തെറ്റെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ആ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരാനും കഴിയും. വേടൻ തന്നെ എടുക്കും. വേടനാണല്ലോ ഇപ്പം ജാതിയുടെ പുതിയ മുഖം. ഈ വേടൻ കഞ്ചാവ് കേസിൽ പ്രതിയാണ്. കഞ്ചാവ് കൈയോടെ പിടിക്കുന്നു. പ്രതിയായി കഴിഞ്ഞ ശേഷം പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. പോലീസ് പിടിച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമത്തിന് മുന്നിൽ വരുന്നു. മാധ്യമത്തിന് മുന്നിൽ അവർ ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ തിരുത്താൻ ശ്രമിക്കും, എന്നെ കണ്ട് നിങ്ങളാരും പഠിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അദ്ദേഹം കുറ്റക്കാരനോ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ടും സാധാരണ പ്രബുദ്ധ മലയാളികൾ പറഞ്ഞത് അയാൾ ഇച്ചിരി കഞ്ചാവില് വെച്ചുള്ളൂ, അതിനാണോ ഇത്രയും കോലാഹലം? ഇച്ചിരി വെച്ചാലും ഒരുപാട് വെച്ചാലും കഞ്ചാവ് വെച്ചിട്ട് പൊതുസമൂഹത്തിൽ ഒരു ഇൻഫ്ലുവൻസർ ആവാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. കാരണം അവരെ നോക്കി പഠിക്കുന്ന ഒരുപാട് യുവജനങ്ങൾ പുറത്തുണ്ട്. നിങ്ങളെ അവർ മാതൃകയാക്കണമെങ്കിൽ നിങ്ങൾ മാതൃകാപരമായിട്ട് തന്നെ ജീവിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് കണ്ടുപിടിക്കുമ്പോൾ ജാതിയുടെയും നിറത്തിൻ്റെയും പേര് പറഞ്ഞിട്ട് സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിലെ ജോലിക്കാർ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ നട്ടെല്ലാണ്. അവരാണ് ഈ സ്ഥാപനം നോക്കിക്കൊണ്ട് പോകേണ്ടത്. അവരുടെ ഈ സ്ഥാപനത്തിൻ്റെ നട്ടലിൻ്റെ ഓരോ എല്ലും ഇങ്ങനെ ഊരിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവസാനം ആ സ്ഥാപനം ഉണ്ടാവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എത്ര ദയനീയമായ അവസ്ഥയാണ്. അതിൽ ഈ കൃഷ്ണകുമാർ അതുപോലെ തന്നെ ദിയ കൃഷ്ണയൊക്കെ പ്രതികരിച്ചത് അവരുടെ ഭാഗത്തുള്ള ശരിയാണ്. അവരായതുകൊണ്ട് അത്രയും ചെയ്തിട്ടുണ്ട്. ഞാനെങ്കിലാണെങ്കിൽ ഇങ്ങനെ നല്ല പ്രതികരണം. ദിയ കൃഷ്ണ അടിച്ച് പല്ല് കൊഴുക്കുന്ന പറഞ്ഞിട്ടില്ല, ഞാനൊന്ന് പോയി അടിച്ച് പല്ല് ശരിയാക്കും. കാരണം നമുക്ക് വഞ്ചന, നമ്മളാരും വഞ്ചിക്കാൻ വേണ്ടി പോകുന്നില്ല, പക്ഷെ ഇങ്ങോട്ട് വഞ്ചിക്കുമ്പോഴും നമുക്കത് താങ്ങാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല, ഒരുപാട് ആൾക്കാരുടെ സ്ഥാപനത്തിൽ ഇതുപോലുള്ള വഞ്ചനകൾ നടന്നിട്ടുണ്ട്. പ്രതികരണങ്ങളും നടന്നിട്ടുണ്ടോ, പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ടോ, വിമർശനവും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ? ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് എല്ലാ മതക്കാരും, എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ ജാതിക്കാരും, അല്ലേ, എല്ലാ നിറക്കാരും നടത്തുന്നുണ്ട്. ഈ ജാതിയും മതവും രാഷ്ട്രീയവും വർണ്ണവും ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനെ ആ ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിലെ തൊഴിലാളികൾ വഞ്ചിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രതികരിക്കുന്നേ. നമ്മളൊക്കെ സാധാരണക്കാരായ മനുഷ്യന്മാരല്ലേ. അവരൊക്കെ ഒരു സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് അവർക്ക് പ്രതിഷേധിക്കാൻ പാടില്ല, അവർ പ്രതികരിക്കാൻ പാടില്ല എന്നാണോ പറയുന്നത്? ഇതിലും കുറേയേറെ ആൾക്കാർ പിന്നെ കൃഷ്ണകുമാർ മറ്റേ നായരാണ്, അതുകൊണ്ടാണ് ഉയർന്ന ജാതിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഇത്രേ പറയാനുള്ളൂ. ജാതിയോ അല്ലെങ്കിൽ നിറമോ അല്ലെങ്കിൽ ജാതിയോ നിറമോ രാഷ്ട്രീയമോ ഒന്നുമല്ല, നമ്മളിലുള്ള സംസ്കാരമില്ലേ, അതാണ് എല്ലാവരും എടുത്ത് കാണിക്കുക. നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യമില്ലേ, നമ്മളെ പഠിപ്പിച്ചു വിട്ട അച്ഛനമ്മമാരില്ലേ, നമ്മുടെ ആദ്യത്തെ ഗുരു അച്ഛനും അമ്മയുമാണ്. അവരിൽ നിന്നാണ് നമ്മൾ അടിസ്ഥാനപരമായ ഫൗണ്ടേഷൻ എന്ന് പറയും, അല്ലെ? നമ്മളൊക്കെ ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും, ഏറ്റവും അടിത്തറ നന്നായി കഴിഞ്ഞാൽ മാത്രമേ ആ ബിൽഡിങ് നന്നായിട്ടൊന്ന് കെട്ടിപ്പൊന്തിച്ച് വരാൻ വേണ്ടി പറ്റും. അടിത്തറ മോശമായി കഴിഞ്ഞാൽ മുകളിലോട്ട് പൊന്തുമ്പോഴേ ഈ അടിത്തറ ഇളകിയിട്ട് ബിൽഡിങ് നല്ല താഴെ പോകും, ഇല്ലേ? അതുതന്നെയാണ് നമ്മുടെ ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാന സ്വഭാവം ഉണ്ടാകുന്നത്, അടിത്തറ ഉണ്ടാകുന്നത് അച്ഛൻ്റെയും അമ്മയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ്. അവരുടെ പാരമ്പര്യത്തിൽ നിന്നാണ് ഓരോ യുവാക്കളും ഓരോ മനുഷ്യരും ഏത് രീതിയിൽ എത്തിപ്പെടുന്നു എന്നുള്ളത്. ഈ പെൺകുട്ടികളെ ഈ 69 ലക്ഷം വരെ കക്കാൻ അവർ പ്രാപ്തമായെങ്കിൽ അത് അവരുടെ മാതാപിതാക്കളുടെ വളർത്തു ദോഷമാണ്. എന്നിട്ട് ഈ കള്ളത്തരത്തിനൊരു പിടിവള്ളി ജാതിക്കാർക്ക് നന്നായി. അവർ കുറച്ച് വെളുത്തതായതുകൊണ്ട് കറുപ്പ് പറഞ്ഞിട്ടില്ല, ഭാഗ്യം. കറുത്തിട്ടും കൂടിയാണെങ്കിൽ അവർ കറുപ്പിൻ്റെ കൂടി പേര് പറഞ്ഞേനെ. എന്തായാലും ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും കേസ് കൊടുത്തിട്ടുണ്ട്. ഈ 3 പെൺകുട്ടികൾക്ക് നേരെ, പെൺകുട്ടികളും കൃഷ്ണകുമാറിന് നേരെ കേസ് കൊടുത്തിട്ടുണ്ട്. കൃഷ്ണകുമാർ മൊബൈൽ പിടിച്ചു വാങ്ങിയെന്നും പൈസ ഇടിച്ചു വാങ്ങിയെന്നും ഒക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. എന്നാലും അത് കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ.
പിന്നെ ഒരു അനുഭവസ്ഥ എന്ന നിലക്ക് നമ്മൾ ആളും തരം നോക്കി മാത്രമേ ഇനി സ്റ്റാഫിനെടുക്കുക, ജോലിക്കാരെടുക്കുക. എന്തിനാണ് വെറുതെ പുലിവാല് പിടിക്കുന്നത് അല്ലേ? നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സ്ഥാപനമാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ കൃത്യമായും വ്യക്തമായും തെളിവുകൾ ലഭിക്കുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കിയിട്ട് സ്റ്റാഫിനെ നിർത്തുക. അല്ലെങ്കിൽ ഇതുപോലുള്ള കോടാലികൾ ഇനിയും വന്നുവിടും. പിന്നെ ഇതിനിടയിലും പറയാനുള്ളത്, കഞ്ചാവ് കേസിൽ പ്രതിയായ, ലൈംഗിക ആരോപണത്തിന് വിധേയനായ വേടനെ സർക്കാർ പൊതുവേദിയിൽ വളരെ ആകർഷത്തോടെ ആനയിക്കുകയും പാട്ട് പാടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ 3 പെൺകുട്ടികളെ വേടൻ പലപ്പോഴും സംഘപരിവാറിനെതിരെ പരോക്ഷമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പ്രത്യക്ഷമായിട്ട് തന്നെ ഈ 3 പെൺകുട്ടികൾ ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ കാത്തു രക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമുണ്ട് എന്നൊക്കെയാണ് അവരുടെ ഇപ്പം നിലപാട്. അപ്പോൾ ഇവരുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു സംഘപരിവാറുകാരനാണ്, ഉയർന്ന ജാതിക്കാരനാണ്. ഇനി സർക്കാരിൻ്റെ ഏത് വേദിയിലേക്കാണ് ഈ 3 നാരിമാരെ ആനയിക്കുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അല്ല, അതാണല്ലോ ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത്. ഇനി ഈ 3 പെൺകുട്ടികൾ കാരണം തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ജാതിക്കാരുടെ അടുത്ത് പിടിച്ച് സമൂഹത്തിന് മുന്നിൽ കാണിക്കുമ്പോൾ ഇനി ഇത്തരത്തിലുള്ള സമുദായത്തിലുള്ള ആൾക്കാർക്ക് നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ സ്ഥാപനവും ജോലി നൽകുക. ആവശ്യത്തിനല്ലാതെ അനാവശ്യത്തിന് ജാതിക്കാരുടെ അടുത്ത് ഉയർത്തി കാണിച്ച് പൊതുസമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ കുഴിക്കുന്ന കുഴിയിൽ നിങ്ങൾ തന്നെ വീഴും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെ ഇത് ജാതിയുടെ, മതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെയോ പേരിലല്ലാതെ, ആ ഒരു കാഴ്ചപ്പാടിലല്ലാതെ ഈ കേസ് അന്വേഷിക്കുകയും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കുകയും ചെയ്യണം. നാളെ ഇനി ഒരു സംരംഭകൻ കേരളത്തിൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അവർക്ക് ആശങ്കയായിരിക്കും ഈ ഒരു കേസിനെ പിന്തുണച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ. എന്തായാലും സത്യമേവ ജയതേ, അതാണ് നമ്മുടെ നീതിവാക്യം. സത്യം വിജയിക്കട്ടെ അല്ലേ? മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റും ഇടാൻ വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.